ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എഡ്യൂസ്കോർ. ഇന്ന് നമ്മൾ കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 8th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്. സോ ഈ ടൈറ്റിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചായിരിക്കും ഈ ചാപ്റ്റർ എന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയോ? സോ നമ്മുടെ ജീവൻ്റെ രഹസ്യങ്ങൾ കുഞ്ഞി അറകളിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. സോ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബോഡിയിലെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് സെൽ. സോ ഈ സെല്ലിൻ്റെ അകത്താണ് നമ്മളാക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ജീവൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. സോ അങ്ങനെയുള്ള സെല്ലുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ചാപ്റ്റർ ഇസ് ഓൾ അബൌട്ട് സെൽസ്. സോ നമുക്കിനി ചാപ്റ്റർ വായിച്ചു തുടങ്ങാം. The bell rang. It is the biology period now. Manu, the class leader, peeped out to the veranda and said, "Teacher is coming. She has something in her hand too." സോ ബെല്ലൊക്കെ അടിച്ചു, ബയോളജി പീരീഡ് ആയി. അപ്പോൾ ക്ലാസ് ലീഡർ മനു പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ ടീച്ചർ വരുന്നുണ്ട് എന്നുള്ളത് കണ്ടു. അപ്പോൾ മനു പെട്ടെന്ന് പറഞ്ഞു, ടീച്ചർ വരുന്നുണ്ട്, പക്ഷെ ടീച്ചറിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്. It is her usual way. She always carries some materials in her hand. What is she bringing today? Everyone became anxious. സോ എപ്പോഴും ഇങ്ങനെയാണ്, ബയോളജി ടീച്ചർ ക്ലാസ്സിൽ വരുമ്പം എന്തെങ്കിലും ഒരു സാധനം പഠിപ്പിക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ടീച്ചർ വരാറ്. സോ ഇന്നും അതുപോലെ ടീച്ചറിൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വളരെ ആങ്ഷ്യസ് ആയിട്ട് കാത്തിരിക്കുകയാണ്. When the teacher entered the class, Rana said in a loud voice, "I know it. Isn't it a microscope? And what is in your other hand, madam?" സോ ടീച്ചർ ക്ലാസ്സിനുള്ളിൽ വന്ന ഉടനെ ഒരു കുട്ടി, രഹന എന്ന് പറഞ്ഞ കുട്ടി, പെട്ടെന്ന് പറഞ്ഞു ടീച്ചറിൻ്റെ കയ്യിലുള്ള സാധനം ആ കുട്ടി കണ്ടിട്ടുണ്ട് എന്ന്. എന്താണത്? ഇറ്റ്സ് എ മൈക്രോസ്കോപ്പ്. പക്ഷെ ടീച്ചറിൻ്റെ മറ്റേ കയ്യിലും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് രഹന ചോദിച്ചു. "I will tell you." The teacher placed the microscope on the table and gave the other materials to Meenu. "Madam, isn't it the root of a plantain?" സോ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഒക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് മൈക്രോസ്കോപ്പ് ടേബിളിൻ്റെ മേലെയും വെച്ചു. കയ്യിലുണ്ടാകുന്ന ബാക്കി സാധനങ്ങൾ മീനു എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കയ്യിലും കൊടുത്തു. അപ്പോൾ കയ്യിൽ സാധനങ്ങൾ കിട്ടിയ ഉടനെ മീനു ചോദിച്ചു, ടീച്ചർ ഇത് പ്ലാന്റെയിൻ്റെ റൂട്ടല്ലേ? എന്താണ് പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ? യെസ്, വാഴയാണ് പ്ലാന്റെയിൻ. സോ ഇത് വാഴയുടെ റൂട്ടല്ലേ എന്ന് മീനു ചോദിച്ചു. Well, don't you know that the body of all organisms are made up of cells? Let us observe the cells in the root of plantain through this microscope. Don't you remember having observed onion cells? Similarly, arrangement should be made to observe the cells in the root of plantain. All required materials are there in this box. Who will do this? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലെയും ബേസിക് യൂണിറ്റ് ആണ് സെൽ. സോ ഇന്നിപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പ് കൂടെ ഈ പ്ലാന്റെയിൻ്റെ റൂട്ട് സെല്ല് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴോ ഒണിയൻ സെൽസ് മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സോ ടീച്ചർ ചോദിച്ചു, ആ ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങളിൽ ആരാണ് ഇത്തവണ സെക്ഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് മൈക്രോസ്കോപ്പ് കൂടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്? അതും പറഞ്ഞ് ടീച്ചർ ഒരു ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞു, അറേഞ്ച് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഈ ബോക്സിലുണ്ട്. "I will do, madam." Manu came forward enthusiastically. He took the section of the root using a blade, placed it on a slide and observed it through the microscope. സോ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ലീഡറാണ് മനു വേഗം വന്നിട്ട് പറഞ്ഞു, "ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്." എന്നിട്ട് മനു എന്ത് ചെയ്തു, വേഗം ബ്ലേഡ് എടുത്ത് റൂട്ട് സെക്ഷൻസ് ആക്കി അതിൽ നിന്നൊരു സെക്ഷൻ എടുത്ത് സ്ലൈഡിലും വെച്ച് മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്തു. Nothing could be seen. Then he turned the knob of the microscope. Feeling disappointed, he said, "No teacher, nothing is visible." സോ മനു നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. മനു അതിൻ്റെ സൈഡൊക്കെ കണ്ട കുറേ നോബൊക്കെ തിരിച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എന്നിട്ടും മനുവിനൊന്നും കാണാൻ പറ്റില്ല. ഫൈനലി മനു പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത്, ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ എന്തുകൊണ്ടായിരിക്കും മനുവിന് കാണാൻ പറ്റാതെ പോയത്? Why were Manu's attempts a failure? Can you help him? For this, you must know how to operate a microscope and prepare materials for observation.
സോ മനുവിന് എന്താണ് തെറ്റുപറ്റിയത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് കൂടെ നമുക്ക് കാണേണ്ട ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ബേസിക്കലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്പെസിമെൻ സെക്ഷൻ എടുത്ത് സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതുമാണ് പഠിക്കാൻ പോകുന്നത്. Let us familiarize ourselves with the microscope. Observe the microscope with the help of your teacher and identify the following parts and their use. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പിക്ചറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ കുറച്ച് പാർട്സും കൂടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. സോ ഈ മൈക്രോസ്കോപ്പിൽ ഈ പറഞ്ഞിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. അതിൻ്റെയൊക്കെ യൂസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം അല്ലേ. സോ ആദ്യത്തേത് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ആദ്യത്തേതാണ് ഐ പീസ്. ഐ പീസിന് ഒരു പേരും കൂടെ ഉണ്ട്, ഓക്യുലാർ ലെൻസ് എന്നും വിളിക്കും ഐ പീസിനെ. സോ ഐ പീസിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ നോക്കുന്നത്. സോ നമ്മൾ കണ്ണ് വെക്കുന്നത് ഈ ഐ പീസിൻ്റെ അവിടെയാണ്. പിന്നെ അതിന് താഴെ 2 നോബുകളുണ്ട് അല്ലേ, 2 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് കോയസ് അഡ്ജസ്റ്റ്മെൻറ്റ്, മറ്റേതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. മേലെയുള്ളതാണ് കോയസ് അഡ്ജസ്റ്റ്മെൻറ്റ്, താഴെയുള്ള ചെറുതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഒരാളുടെ ഐസൈറ്റ് പോലെ ആയിരിക്കില്ല വേറൊരാളത്. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും വേണ്ടി വരിക. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 നോബ്സും തന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസാണ് മൈക്രോസ്കോപ്പിൽ രണ്ടാമത് വരുന്ന ലെൻസ്. സോ ഒബ്ജക്റ്റീവ് ലെൻസാണ് നമ്മുടെ സ്പെസിമെനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ് ലെൻസ് തന്നെ നമുക്ക് ഹൈ പവർ ലെൻസസും ഉണ്ട്, അതുപോലെ തന്നെ ലോ പവർ ലെൻസസും ഉണ്ട്. സോ എത്ര ടൈംസ് മാഗ്നിഫൈ ചെയ്യണം എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ലോ പവർ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കുറവാണ്, ഹൈ പവർ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി മോർ. പിന്നെ അതിന് താഴെ വരുന്നതാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സോ സ്റ്റേജ് എന്ന് പറഞ്ഞ പോർഷനിലാണ് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത്, അതായത് നമ്മുടെ സ്പെസിമെനൊക്കെ വെച്ച് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് ആ സ്ലൈഡ് വെക്കുന്നത്. ആൻഡ് ആ സ്റ്റേജിൽ തന്നെ 2 ക്ലിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? നമ്മൾ ഈ സ്ലൈഡ് നീങ്ങി പോവാണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് താഴെയാണ് കണ്ടൻസർ. സോ കണ്ടൻസറിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന ലൈറ്റിനെ പ്രോപ്പറായിട്ട് ഈ സ്പെസിമെൻ്റെ മേലേക്ക് ഈക്വലായിട്ട് പാസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടൻസറിൻ്റെ ഫംഗ്ഷൻ. അതിന് താഴെ ഇനി മിറർ ഉണ്ട്. നമ്മുടെ ലൈറ്റ് സോഴ്സിനെ, അതായത് ഏതർ നാച്ചുറൽ ലൈറ്റ് ആവാം അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആവാം. സോ ഈ മിറർ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റിനെ ഈ കണ്ടൻസറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമെൻ്റെ നേരേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ പറഞ്ഞു 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, 2 നോബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, കോയസ് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും. സോ കോയസ് അഡ്ജസ്റ്റ്മെൻറ്റ് തിരിക്കുന്നത് വഴി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഈ സ്റ്റേജിൻ്റെ പൊസിഷനാണ്. നമ്മൾ സ്പെസിമെൻ വെച്ചിട്ടുള്ള സ്റ്റേജിൻ്റെ പൊസിഷനാണ്, അത് താഴേക്കും മേലേക്കും നമുക്ക് നീക്കാൻ പറ്റും. അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. The function of a microscope is to magnify objects, isn't it? Lenses are fixed in the microscope for this purpose. Name the parts where lenses are fixed. So നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മൈക്രോസ്കോപ്പിലുള്ള ലെൻസസ് ആണ്. സോ നമ്മൾ പറഞ്ഞു, ഇപ്പം മേലെ നമ്മൾ കണ്ടു 2 സ്ഥലങ്ങളിലാണ് മൈക്രോസ്കോപ്പിൽ 2 സ്ഥലങ്ങളിലാണ് ലെൻസസ് ഉള്ളത്. ഒരെണ്ണാണ് ഐ പീസ് അല്ലെങ്കിൽ ഓക്യുലാർ ലെൻസ്, രണ്ടാമത്തേതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഈ 2 ലെൻസിൻ്റെയും ഹെൽപ്പ് വെച്ചിട്ടാണ് നമുക്ക് നമ്മൾ വെക്കുന്ന സ്പെസിമെൻ എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുന്നത്. മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ 1 ലെൻസ് ഇസ് യൂസ്ഡ് ആർ കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സോ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോസ്കോപ്പുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പം നമ്മൾ മേലെ പഠിച്ച മൈക്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. കാരണം എന്താണ്? അതിൽ നമ്മൾ 2 ലെൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും. Analyze the given description on the basis of indicators and note down your inferences in the science diary. So നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ പാർട്സിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. സോ
നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? സോ നമ്മൾ പറഞ്ഞു മൈക്രോസ്കോപ്പിൽ ഏറ്റവും താഴെ ഒരു മിറർ ഉണ്ട്. എന്താണ് ഈ മിററിന്റെ യൂസ്? ഈ മിററാണ് നമുക്ക് വേണ്ട ലൈറ്റ് നമ്മുടെ സ്പെസിമെനിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് മോസ്റ്റ്ലി മൈക്രോസ്കോപ്പിൽ നമ്മൾ എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അത് ഏത് സൺലൈറ്റ്, അതായത് നാച്ചുറൽ ലൈറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൈറ്റ് സോഴ്സ് ആയിരിക്കാം, ഏതൊരു ബൾബ്, അതുപോലെ എന്തെങ്കിലും. അപ്പം മിററിലേക്ക് വീണ ലൈറ്റിനെ മിററിന് റിഫ്ലക്ട് ചെയ്ത് അതാണ് നമ്മുടെ കണ്ടൻസർ വഴി നമ്മുടെ സ്പെസിമെനിലേക്ക് എത്തുന്നത്. സോ അതാണ് മിററിന്റെ ഫംഗ്ഷൻ. മിററാണ് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് സ്പെസിമെനിലേക്ക് എത്തിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, why do we use a slide made of glass to place the material to be observed? സോ അതുപോലെ നമ്മൾ പറഞ്ഞു നമ്മൾ സ്പെസിമെൻ റെഡി ആക്കിയിട്ട് ഒരു ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ സ്ലൈഡേഴ്സ് ഓൾവേസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ്? അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് സാധനമായിരിക്കണം. നമ്മുടെ ലൈറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഗ്ലാസ് കടന്നിട്ട് സ്പെസിമെന്റെ മേലേക്ക് വീഴണം. സോ ഇറ്റ് ഷുഡ് ബി സംതിങ് ട്രാൻസ്പെറൻറ്റ്. സോ ആക്ച്വലി നമ്മൾ പ്ലാസ്റ്റിക് സ്ലൈഡ്സും അവൈലബിൾ ആണ്. പക്ഷെ പ്ലാസ്റ്റിക് സ്ലൈഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലാസ് സ്ലൈഡ്സിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഗ്ലാസ് ഇസ് നോൺ റിയാക്റ്റീവ്. നമ്മൾ എന്ത് സ്പെസിമെൻ വെച്ചാലും ഗ്ലാസ് സ്ലൈഡിന്റെ മേലെയാണെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ, നോ റിയാക്ഷൻ വിൽ ഹാപ്പൻ. സോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഗ്ലാസ് സ്ലൈഡ്സ് ആണെങ്കിൽ പറ്റും. നേരെ മറിച്ച് പ്ലാസ്റ്റിക് സ്ലൈഡ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ റീസൺസ് കൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഗ്ലാസ് ലൈറ്റ്സിൽ സ്പെസിമെൻ വെച്ച് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇനി ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. ഇൻ ദ മൈക്രോസ്കോപ്പ്, the part fixed below the stage is to reflect the light on the material to be observed. This arrangement, which is fixed in a metal ring, has two planes, a plane mirror to reflect sunlight and a concave mirror to reflect artificial light. സോ സ്റ്റേജിന് താഴെയുള്ള ആ പോർഷനാണ് മെയിൻലി നമ്മുടെ സ്പെസിമെനിലേക്ക് വേണ്ട ലൈറ്റിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. സോ ഈ അറേഞ്ച്മെന്റിൽ ഒരു മെറ്റൽ റിങ്ങിൽ ഒരു സൈഡിൽ ഒരു പ്ലെയിൻ മിററും, അതായത് നാച്ചുറൽ സൺലൈറ്റ് ഒക്കെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ട ഒരു പ്ലെയിൻ മിററും, അതേസമയം ആർട്ടിഫിഷ്യൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺകേവ് മിററുമാണ് ഉള്ളത്. The lens in the condenser that is fixed on the lower side of the stage focuses light on the material to be observed. സോ നമ്മൾ പറഞ്ഞു മിറർ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. സോ ഈ റിഫ്ലക്ട് ചെയ്ത ലൈറ്റിനെ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് സ്പെസിമെനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കണ്ടൻസറിന്റെ ഫംഗ്ഷൻ. ഡയഫ്രം, എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ, ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. സോ കണ്ടൻസറിലെ ഒരു പാർട്ടാണ് ഡയഫ്രം. ഈ ഡയഫ്രാണ് ഈ സ്പെസിമെനിന്റെ മേലേക്ക് വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ വേറൊരു ബോക്സ് ഉണ്ട്, മാഗ്നിഫിക്കേഷൻ പവർ. The magnification power of objective lenses are marked as 10x and 45x. Such markings can be seen in eyepiece too. The magnification power of a microscope is the result of multiplying the numbers seen in the objective lens and eyepiece. സോ ഇവിടെ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മേലെ 10x 45x ഇങ്ങനെയൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. സെയിം കൈൻഡ് ഓഫ് ലേബിളിങ്സ് നിങ്ങൾക്ക് ഐപീസിൻ്റെ മേലെയും കാണാം. സോ ബോത്ത് ഐപീസിൻ്റെ മേലെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മേലെയും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ. സോ നമ്മൾ പറഞ്ഞു ഈ ലെൻസ് കാരണമാണ് നമുക്ക് മൈക്രോസ്കോപ്പ് കൂടെ സാധനങ്ങൾ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുന്നത്. സോ ഒരു മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ ഐപീസിൻ്റെ മേലെയുള്ള മാഗ്നിഫിക്കേഷൻ പവറും അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മേലെയുള്ള മാഗ്നിഫിക്കേഷൻ പവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉണ്ടാവുന്ന വാല്യൂ ആണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ. സോ അതായത് ഐപീസിൻ്റെ മേലെ 5x എന്നും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മേലെ 10x എന്നുമാണ് ഉള്ളതെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ 50x ആയിരിക്കും. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്? Accuracy in using a microscope can be attained only through practice. Learn to operate a microscope using the permanent slides available in your science lab. So, നമ്മളിപ്പോൾ ഓൾറെഡി മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും എങ്ങനെയാണ് ഓരോ പാർട്ടും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പഠിച്ചു. സോ നമ്മൾ മൈക്രോസ്കോപ്പ് ഹാൻഡിൽ ചെയ്യുന്നതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് കൂടെ തന്നെ പറ്റുള്ളൂ. സോ നിങ്ങളുടെ സയൻസ് ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പെർമനൻറ്റ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിടയ്ക്ക് മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നിങ്ങൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം. ലെറ്റ് us prepare the observation material. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു.
ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൈക്രോസ്കോപ്പിൽ കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Preparation of observation material requires much accuracy and patience. Observe the illustration that shows the stage for preparation of the slide to observe plant cells. Then prepare a slide by taking the cross-section of the root of plantain. സോ ഈ ഒബ്സർവ് ചെയ്യാനുള്ള സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധയും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ഇല്ലുസ്ട്രേഷനിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലാൻ സെല്ല് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ സെല്ലിന്റെ സ്പെസിമെൻ റെഡി ആക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. Preparation of observation material. Stage 1. Put the material to be observed in the petri dish containing water to prevent dehydration. So ഇപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട പാർട്ട്, ഇറ്റ് ക്യാൻ ബി എ സ്റ്റെം, ഇറ്റ് ക്യാൻ ബി എ ലീഫ്, ഇറ്റ് ക്യാൻ ബി എ റൂട്ട്, അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഏത് പാർട്ടായാലും അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഉടനെ തന്നെ വാട്ടറിൽ, ഒരു പെട്രി ഡിഷിൽ കുറച്ച് വാട്ടറിൽ വേണം അത് വെക്കാൻ. ദിസ് ഇസ് ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. അത് ഡ്രൈ ആയി പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം take thin cross sections of the material to be observed. ഇനി നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തിന്നായിട്ട് ക്രോസ് സെക്ഷൻസ് എടുക്കണം. സോ ഈ ക്രോസ് സെക്ഷൻ മാക്സിമം തിന്നായിരിക്കണം, അതേസമയം കംപ്ലീറ്റും ആയിരിക്കണം. നമ്മൾ സെക്ഷൻ എടുക്കുമ്പം പകുതി പീസൊന്നും ആയിപ്പോവരുത്. കംപ്ലീറ്റ് സെക്ഷൻ ഒരേ തിക്നെസ്സിൽ, അതായത് നല്ല തിന്നായിട്ട് യൂണിഫോം തിക്നെസ്സിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേജ് 3. വിത്ത് എ ബ്രഷ് ഷിഫ്റ്റ് ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. ഇനി നമ്മളിങ്ങനെ സെക്ഷൻസ് എടുത്തതിന് ശേഷം ഇത് കൈ കൊണ്ടല്ലാതുണ്ട്, യു ഹാവ് ടു യൂസ് എ ബ്രഷ്. സോ ഒരു ബ്രഷിൻ്റെ അല്ലെങ്കിൽ നീഡിലിൻ്റെ ഹെൽപ്പോട് കൂടി പ്ലേഡിൻ്റെ മേലേന്ന് ഈ സെക്ഷൻസ് ഒക്കെ ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക്, കുറച്ച് വാട്ടറുള്ള ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഇൻ സ്റ്റേജ് 4, പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. സോ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സെക്ഷനിൽ ഏറ്റവും തിന്നസ്റ്റ് അതേസമയം കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് എൻറ്റയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള സെക്ഷൻസ് സ്റ്റെയിനിലേക്ക് മാറ്റുക. നെക്സ്റ്റ് സ്റ്റേജ് 5. ആഡ് 1 or 2 drops of glycerin to the slide to prevent drying up of the material. സോ ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സ്പെസിമെൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ലൈഡ് എടുക്കുക, അതിൻ്റെ മേലേക്ക് 1 or 2 drops of glycerin ആഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഈ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്? സോ ഈ ഗ്ലിസറിൻ ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ സ്പെസിമെൻ ഈ സ്ലൈഡിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. സോ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനെ എഗെയിൻ ഒന്ന് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഈ നമ്മൾ വെച്ചിട്ടുള്ള സ്ലൈഡിൻ്റെ മേലുള്ള ഗ്ലിസറിനിലേക്ക് പതുക്കെ വെച്ചു കൊടുക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു കവർ ഗ്ലാസ് ഈ സ്പെസിമെൻ്റെ മേലെ വെച്ച് കൊടുക്കണം. സോ ഇത് വെക്കുന്ന സമയത്ത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ദാറ്റ് എയർ ബബിൾസ് ഒന്നും ഉള്ളിൽ കയറുന്നില്ല എന്ന്. സോ ഒരു നീഡിലിൻ്റെ ഹെൽപ്പോടു കൂടി പതുക്കെ വേണം നിങ്ങൾ ഈ കവർ ഗ്ലാസ് സ്പെസിമെൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ. എയർ ബബിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പം ഈ എയർ ബബിൾസ് ആണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണുക. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല സ്പെസിമെൻ. Stage 8 and the final stage, wipe out the excess glycerin using tissue paper. ഇനി എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിൻ ഒക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പെസിമെൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒബ്സർവ് ദ സ്ലൈഡ് യു ഹാവ് പ്രിപ്പയർഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഇൻ ദ മാഗ്നിഫിക്കേഷൻ വെൻ ലെൻസസ് 10x and 45x ആർ യൂസ്ഡ്. അങ്ങനെ നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ സ്പെസിമെൻ ഒരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. അതും നിങ്ങൾ 2 ലെൻസിലും ഒബ്സർവ് ചെയ്ത് നോക്കുക. You have to see it under both the lenses having 10x and 45x power. So 10xൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതിനെക്കാട്ടിലും മാഗ്നിഫൈഡ് ആയിരിക്കും നിങ്ങൾ 45x കൂടെ നോക്കുമ്പോൾ, ബിക്കോസ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ വിൽ ബി മോർ. ഇവിടെ ഫിഗർ 1.2ൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10xൽ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ പോർഷൻ കാണും, കാരണം അത്ര മാഗ്നിഫൈഡ് ആയിട്ടല്ല കാണുന്നത്. അതേസമയം 45xൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലോസർ ഒബ്സർവേഷനാണ്, നിങ്ങൾക്ക് ഒരു ക്ലോസർ ലുക്കാണ് കിട്ടുന്നത്. Recording the findings is as important as conducting practicals in science. Record each stage of the experiment following the sample given in your science diary. സോ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്, അതിനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക എന്നുള്ളതും സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് റെക്കോർഡിങ്സ് ഉണ്ടാവണം. സോ ഇവിടെ സാമ്പിൾ തന്നിട്ടുണ്ട്, സാമ്പിൾ ഓഫ് പ്രാക്ടിക്കൽ റെക്കോർഡിംഗ്. സോ ഫസ്റ്റ് ഈസ് എയിം. എന്താണ് നിങ്ങളുടെ എയിം?
It is to observe a particular specimen through a microscope. So ഇവിടെയാണെങ്കിൽ you can write to observe plantain root cell through a microscope. And then next is materials required. So ഇവിടെ എന്തൊക്കെയായിരുന്നു materials ആവശ്യമുണ്ടായിരുന്നത്? Plantain root, then blade, needle, brush, glass lights, cover slip, microscope, glycerin, stain, watch glass, petri dish, water. So ഇങ്ങനെയുള്ളതൊക്കെ അവിടെ എഴുതണം. ദെൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സെക്ഷൻ എടുത്ത് സ്പെസിമെൻ റെഡിയാക്കിയതിന് ശേഷം അതെങ്ങനെയാണ് മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊസീജിയറിൽ, അതായത് നിങ്ങൾ ഫോളോ ചെയ്ത സ്റ്റെപ്സ് ഒക്കെയാണ് പ്രൊസീജിയറിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഈസ് ഒബ്സർവേഷൻ. നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത്, അതിൽ മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഫൈനലി ഇൻഫറൻസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ജനറലി നിങ്ങൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 2-3 മിസ്റ്റേക്സ് ആണ്. സോ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കവർ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കവർ ഗ്ലാസ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കാണ്ട് കുറച്ച് പൊങ്ങിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഈസ് വിത്ത് യുവർ സെക്ഷൻസ്. നിങ്ങൾ എടുത്തിട്ടുള്ള സെക്ഷൻ യൂണിഫോം തിക്നെസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ തിക്കായി പോയിട്ടുണ്ടാവും. ഒരു സൈഡ് തിന്നായിട്ടുണ്ടാവും, മറ്റേ സൈഡ് പക്ഷേങ്കിൽ അത്രയും തിന്നായിട്ടുണ്ടാവില്ല. സോ ആ സെക്ഷൻ എടുത്തതിൻ്റെ യൂണിഫോമിറ്റീൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് കവർ സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നിൽക്കാത്തത്. സോ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെക്ഷൻസ് വേണം ചൂസ് ചെയ്യാൻ. ഇനി രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സസീവ് വാട്ടർ ചിലപ്പം വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഗ്ലിസറിനോ വാട്ടറോ എന്താണ് നിങ്ങൾ ആ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഓവറായി പോയിട്ടുള്ള പ്രശ്നമായിരിക്കാം. സോ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു അബ്സോർബൻ പേപ്പർ വെച്ചിട്ട് പതുക്കെ അത് വൈപ്പ് ചെയ്ത് എക്സ്ട്രാ ഉള്ളത് കളയാം. സോ ഓവർ വാട്ടർ ആയിക്കഴിഞ്ഞാൽ ഈ കവർ സ്ലിപ്പും അതുപോലെ സ്പെസിമെനും പ്രോപ്പറായിട്ട് നിൽക്കില്ല, അതിങ്ങനെ മൂവ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഈ അബ്സോർബൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ വാട്ടർ അബ്സോർബ് ചെയ്ത് കളയാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പിൾ പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന പോലെ, അതായത് അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പതുക്കെ ഒരു നീഡിലിൻ്റെ ഹെൽപ്പോട് കൂടി ഈ കവർ സ്ലിപ്പ് പതുക്കെ പൊന്തിച്ചിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ മതി. അപ്പം കാപ്പിലറി ഇഫക്റ്റ് കാരണം ഈ വാട്ടർ യൂണിഫോംലി സ്പ്രെഡ് ആയിക്കോളും. സോ ഇതൊക്കെയാണ് നിങ്ങൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുമ്പം ജനറലി ആലോചിക്കേണ്ട കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന്. മൈക്രോസ്കോപ്പിനെ പറ്റി അതുപോലെ തന്നെ സ്പെസിമെൻ പ്രിപ്പറേഷനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെല്ലിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.